ഒന്ന് വേഗം ആവട്ടോ. ഉത്തരമ ഞാൻ സ്റ്റൂൾ എടുക്കണം. ഞാൻ എവിടെ ഇരിക്കും? നീ പ്രശ്നം പിടിച്ചോ. അപ്പൊ പ്രശ്നം ഒടിഞ്ഞോല്ലേ? ഓ ഞാൻ താൻ എന്തേ മസിൽ പിടിക്കണേ? അത്ര മുറുക്കി കെട്ടൊന്നും വേണ്ട. തൂക്കി കൊല്ലാനൊന്നുമല്ല, ഇത് കല്യാണത്തിനാ. രണ്ടും ഒന്ന് തന്നെയല്ലേ? എന്താ കല്യാണമല്ലേ? നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചോ? കറവ കണ്ടപ്പോഴെങ്കിൽ സംശയം ഉണ്ടായിരുന്നു താൻ അതിനെ കറക്കി എടുക്കുന്നു. കറക്കി എടുത്തത്, പക്ഷേ ഇവക്ക് ഇഷ്ടം നിന്നായി പോയി. ഓടപട്ടി ആ പൂമാല. അയ്യോ എന്ത് തലയാണത്? ചെറിയ തൊപ്പി വെച്ചൂടെ? അപ്പഴേ അല്ല, ഒരു സംശയം ചോദിക്കാൻ വന്നാണ്. അതെ, ഈ വെട്ടിയിട്ട് തെങ്ങ് പോലെ കിടക്കുന്ന ദാസം പോലാളി എങ്ങനെ കല്യാണം കഴിക്കാനാണ്? 10,000 കഷ്ണമാക്കി വെട്ടി നുറുക്കി ഒരു പായലിട്ടാലും ഒരു നിമിഷം കൊണ്ട് കൂടിച്ചേർന്ന് എണീറ്റ് നിന്ന് ഒരു കാര്യം പറയും: എനിക്കുടനെ കല്യാണം വേണം. അപ്പ കല്യാണം. അതുവരെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. കല്യാണത്തിന് മുമ്പ് ഒരു അടിപൊളി പരിപാടികളായിരിക്കും. അപ്പൊ ഈ നിർത്തിയുള്ള നൃത്തങ്ങൾ ഉണ്ടാവോ? എന്താ ഈ ഡാൻസ്? നൃത്തങ്ങൾ പിന്നെ മദ്രാസിൽ നിന്ന് നല്ല ഡാൻസസ് ഒക്കെ വരുന്നുണ്ട്. ഇത്തവണ നീ വേണം അവരെ ഡീൽ ചെയ്യാൻ. പിന്നെ പരിപാടികളൊക്കെ പോയി നോക്കാം. നീ എവിടെയാണ് തിരുമുന്നത്? കാലാണ് തിരുമയെന്ന് പറയായിരുന്നു. പന്തലും കല്യാണ പെണ്ണും ഒക്കെ റെഡി. വേഗം എണീറ്റാ നിന്റെ കല്യാണം നടക്കും. നീ പോടാ കാട്ടുമാക്കാനെ. നീ അങ്ങനെ ധൃതി കൂട്ടണ്ട. ഞാൻ പതുക്കെ എണീക്കണുള്ളൂ. ഞാൻ ആ കുഴമ്പ് വാങ്ങി ഒരു പിടി പിടിച്ചാ നീ ചാടി എണീറ്റ് ഓടുന്ന കാണിച്ചു തരാം. അയ്യോ വേണ്ടേ. നീ തിരുമണ്ട. നീ തിരുമിയ ശരിയാവൂല. ഞാൻ തിരുമിക്കോളാം. പരിശു പോയിക്കോ. ദേവൂട്ടി വേണ്ട. നിനക്ക് ഒരുപാട് ജോലികൾ വേറെ ഉള്ളതാണ്. നീ ആ കുഴമ്പ് മീനാഷ്ടെ കയ്യിലേക്ക് കൊടുത്തേ. അല്ല പിന്നെ നീ എന്തുണ്ട് കാണാൻ നിൽക്കുക? പൊയ്ക്കോടന്ന്. നീ ഇതവിടെ പോവാ. ഇവിടെ വാ. വിശേഷം പിന്നെ പൊയ്ക്കോടുന്നു. നീ തിരുമ. നല്ല സുഖമുണ്ട്. നിനക്കുണ്ടോ? കാപ്പി. ഇതാണ് വീട്. ആണോ? വീടിന് അങ്ങനെ ആണും പെണ്ണും ഒന്നുമില്ല. വാ. ഹായ്. ഹായ്. ആരാ? എന്നെ മനസ്സിലായില്ലേ? എവിടെ കണ്ടല്ല പരിചയമുണ്ടല്ലോ. കണ്ടും കൊണ്ടും നല്ല പരിചയമുണ്ട്. അന്ന് കാനവിളക്ക് വന്നില്ലേ? ഓ, അന്ന് കിട്ടിയതിന്റെ പോലെ ബാലൻസ് വാങ്ങാൻ വന്നോ? ഇത് സംഗീതയുടെ അമ്മാവൻ അമ്മായി. സോറി, അമ്മായി അമ്മാവൻ. ഇവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഹായ് അമ്മാവൻ. ഹായ് അമ്മായി. ഹായ്. സംഗീതയ്ക്ക് തിരുമണമാണെന്ന് അറിഞ്ഞു. സംഗീതക്കല്ല തിരുമേണ്ടത്, ദാസപ്പ മുതലാളിക്കാ. പുള്ളിയുടെ കാല ഒടിഞ്ഞു കിടക്കുന്നത്. ആ തിരുമണമല്ല, പിന്നെ ഏത് തിരുമണം? കല്യാണം. പെണ്ണുക്ക് കല്യാണം നിശ്ചയിച്ചെന്ന് കേട്ടാച്ച്. അതെ, ഞാൻ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് കൊഞ്ചം ആളുകളെല്ലാം കൂപ്പിടണമേ. ചെറുക്കനാര്? അത് ഞാനാ. കോടി പുണ്യം കിടക്കും മുതലാളി. തിരുപ്പതി വെങ്കടാചല അനുഗ്രഹിക്കും. സംഗീതാവുക്ക് ജീവിതം കൊടുത്ത മുതലാളിയല്ലേ. വാ, உங்களுக்கு കോടി പുണ്യം കിട്ടും. അയ്യോ, അത് ഞാനാ ഏർപ്പാടാക്കിയെന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. ചെക്കൻ ഞാനല്ല, ദാസപ്പ മുതലാളിയാ. മുകളിലുണ്ട്. ചെക്കൻ ഇവനല്ല, ആള് മേലെ ഇരിക്ക്. ഇവൻ ബ്രോക്കർ. ബ്രോക്കർ നിന്റെ അപ്പ. അയ്യോ, അപ്പനല്ലേ, എന്റെ അപ്പൂപ്പനായിരുന്നു ബ്രോക്കർ. ആക്ച്വലി എന്റെ അപ്പം പണ്ട് അണ്ടി കമ്പനിയിൽ. പുണ്യം കിടക്കും മുതലാളി. കോടി കോടി പുണ്യം കിടക്കും. കാലാകെ കോടിയിരിക്കുക. ഞങ്ങൾ മനസ്സിലായില്ലേ, സംഗീതയുടെ അമ്മാവനും അമ്മായിയാ. സംഗീതയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ പോണെന്ന് കേട്ടു. നന്ദി പറയാൻ വന്നതാണ്. അതെ, ഒന്നിങ്ങ് വന്നേ. മീനാക്ഷി എടുത്തല്ല, അവരെ ഞാൻ വിളിച്ചേ. ഒന്ന് വരുമോ? വാങ്ങോ വാങ്ങോ. അതെ, സംഗീത എടുത്തി കെട്ടാൻ പോകുന്നത് ദാസേട്ടനല്ല, കണ്ണേട്ടനാ.
കണ്ണേട്ടൻ താഴെയുണ്ട് വാ വേഗം വാ. കൃഷ്ണ കൃഷ്ണ കോടി പുണ്യം കിട്ടും. ഓടിപ്പുണ്യല്ലേ കിട്ടാൻ പോണത്? ഓടിപ്പുണ്യാണ്. ഹാ, മുതലാളി, உங்களுக்கு കോടി 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 പുണ്യം കിട്ടും മുതലാളി. അയ്യോ ഒരു കാലില്ലേ? വാമാ. തിരുപ്പതി വെങ്കടാചലപതി ഉങ്ങളെ അനുഗ്രഹിക്കും സാർ. എവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? വല്ല ധർമ്മം കൊടുത്ത് പറഞ്ഞേക്കാൻ പറ. അയ്യോ ഇത് നമ്മുടെ അമ്മാവനാ. നമ്മുടെ അമ്മാവനോ? ശങ്കരമ്മാവൻ. ഓ, ഓ, അമ്മാവനിരിക്കെ. നീ കൊണ്ടുപോയി ദാസനെ കാണിച്ചു കൊടുക്ക്. എല്ലാരെയും കണ്ടു, സന്തോഷായി. ഓഹോ, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാ മതി. കല്യാണം മുടിച്ചു താൻ പോരെ. മുടിച്ചിട്ട് പോയാ മതി. കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ പോണില്ല. രാസാത്തി. ജനുവരിയില് കല്യാണം വച്ചാ പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരിയിൽ വെക്കാ? ഇതെന്താ മാസം മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ? ഫെബ്രുവരി 30 ഇല്ലല്ലോ. എന്നാ പിന്നെ 31 വെക്കാം. ശത്രു പറഞ്ഞോ ഞാൻ ദാസേട്ടനെ കല്യാണം കഴിക്കാൻ പോണെന്ന്? ജീവിതം വെച്ചിട്ടാണോ തമാശ പറയുന്നത്? ശത്രു ഇങ്ങനെയാ, എപ്പോഴും കോമഡിയാ. കോമഡി തരാ. അയോഗ്യ പയലെ ഉങ്ക തലയണ. അമ്മാവാ, അമ്മാവാ. തെണ്ടി. വേണ്ട അമ്മാവാ. തെണ്ടിയേ. തെണ്ടി നിന്റെ അപ്പൂപ്പനാ. ശ്ശോ, എനിക്ക് വയ്യ. നീ ഇത് എവിടെ? അയ്യേ, ഇതെന്താ? കുഴമ്പ്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നറിയാം. അതിന് എന്നെ അവിടുന്ന് വിടണ്ടേ? കാല് തീരുമാനമൊക്കെ ഞാൻ തന്നെ വേണം. നിന്റെ തന്തയല്ലേ അവനെ ഈ പരുവത്തിലാക്കിയത്? പോയി കാല് തിരുമ്മി ശരിയാക്കി കൊടുക്കടി. എനിക്ക് കൈ വേനിച്ചിട്ട് വയ്യ. കൈ വേണമെങ്കിൽ കുഴമ്പ് തേച്ച് ഞാൻ ശരിയാക്കി തരാം. വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഇവിടെ സംഗീതം ഉണ്ടല്ലോ. കൈ തീരുമാനോ? അല്ല, കാല് തീരുമാൻ. ദാസേട്ടൻ അവളെ വിളിച്ചൂടെ? ആ, അത് വേണ്ട. വെറുതെ അവന്റെ ഞരമ്പിലെ ചോരയോട്ടം കൂട്ടാനാ, അതും ഈ പരുവത്തില്. ഹായ്, ഇതെന്താ? സാരി. വെറും സാരിയല്ല, കല്യാണത്തിന് മുമ്പ് കെട്ടാൻ പോണ പെണ്ണിന് ഇങ്ങനെ ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കണ ഏർപ്പാടുണ്ട്. അപ്പോ ചില മധുരമുള്ള സമ്മാനങ്ങൾ തിരികെ തരുന്ന ഏർപ്പാടുണ്ട് ട്ടോ. മീനാക്ഷി, ദേ ദാസേട്ടൻ വിളിക്കുന്നു. ശോ, പാവം കാല് വേനിച്ചിട്ടല്ലേ. ചെല്ല്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മീനാക്ഷി മേലെ തന്നെ ഇരുന്നോളൂ. മീനാക്ഷി, ഇങ്ങ് തന്നോളൂ. എന്ത് സാരി? അല്ല, അത് പിന്നെ ഞാൻ കന്നി തുലാം വൃശ്ചികം. ആരാത്? ചെടിയായിരുന്നോ? ഞാനിപ്പോ ചമ്മിയാനെ. ഇനി കുറച്ച് ഒറ്റയ്ക്ക് നടന്നോളൂ. നീ വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ നടക്കാം.